رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا فقالوا حسبنا الله ونعم الوكيل. ഏറെ സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ലിഖാ കാണുന്ന സജ്ജന സ്വാലിഹുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകളും അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളറകളിൽ എല്ലാ മേഖലകളിലും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം അവന് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ലോകത്തെ ചെറുതും വലുതുമായ മുഴുവൻ വസ്തുക്കളെയും ലോകത്തെന്തുണ്ടോ മാസിവൽ വാരി അല്ലാഹുവല്ലാത്ത എന്തൊക്കെയുണ്ടോ അവ മുഴുക്കയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് എന്ന വിശ്വാസത്തോടുകൂടെ അചഞ്ചലമായി ജീവിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരു മരത്തിൽ നിന്ന് ഒരു ഇല ഒഴിഞ്ഞു വീഴുന്ന ആ ഒരു വീഴൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവോടുകൂടെയാണ്. അതുപോലെ തന്നെ ഇരുളിലുള്ളതായ ധാന്യം, പച്ചയാവട്ടെ ഉണങ്ങിയതാവട്ടെ, വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അല്ലാഹുവിൻ്റെ കിതാബിൽ കോർത്തുവച്ച അല്ലാഹു കണക്കാക്കപ്പെട്ടതാണ്. അതിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, അതിൻ്റെ വളർച്ചകളെക്കുറിച്ച് പരിപൂർണമായി അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ ഊട്ടി ഉറപ്പിക്കേണ്ട സമയമാണ് ഈ സമയം. വളരെ ഭീകരമായി അതല്ലെങ്കിൽ ബേജാറാക്കുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന രൂപത്തിൽ ചില ഭരണാധികാരികളുടെ സംസാരങ്ങൾ പോലും ഉണ്ടാകുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിങ്ങനെ കിടുകിട വറച്ചുകൊണ്ട് ഇനി എന്താ ചെയ്യുക എന്ന് കരുതി പേടിച്ച് ഇറുകി ജീവിക്കേണ്ടവനല്ല. വിശ്വാസിയുടെ വിശ്വാസം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കരുത്തോടവൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ അവൻ നിലയുറപ്പിച്ച് നിൽക്കണം. ഭാരതന്മാരായ സ്വഹാബത്തുൽ കിറാം അവിടുന്ന് അനുഭവിച്ച ത്യാഗങ്ങളിലേക്ക് എത്തി നോക്കിക്കഴിഞ്ഞാൽ സംഭവബഹുലമാണ് അവരുടെ ഈമാനിൻ്റെ കരുത്തും അവരുടെ വിശ്വാസത്തിൻ്റെ അചഞ്ചലമായ പവറും. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, الذين قال لهم الناس إن الناس قد جمعوا لكم. സ്വഹാബത്തുൽ കിറാമിനോട് പറയുന്നുണ്ട്, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി, നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി
ഒരു കൂട്ടം ആളുകൾ ഇതാ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾ ഫഖ്ശൗഹും, അവരെ നിങ്ങൾ ഭയപ്പെടണം, അവരെ നിങ്ങൾ പേടിക്കണം, അവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് ഇന്നാലിന്ന ആളുകൾ ഓർമ്മണ്ടല്ലോ, മക്കത്ത് നിന്ന് മദീനയിലെത്തിയപ്പോൾ അവിടെയും മദീനയിലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയ രംഗം വിശദീകരിക്കേണ്ട സമയമല്ല. പക്ഷേ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ കോപ്പ് കൂട്ടിയ എല്ലാ ആയുധങ്ങളുമായി സ്വഹാബത്തുൽ കിറാമിന്റെ നേരെ തിരിയുന്ന സമയത്ത് അവിടുന്ന് നിങ്ങൾ അവരെ സൂക്ഷിക്കണമെന്ന് അവിടുത്തെ ജനവിഭാഗം അവരോട് പറയുമ്പോൾ, സ്വഹാബത്തിനെ ഉപദേശിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായത് ഫസാദഹും ഈമാനാ, തിളങ്ങുന്ന വിശ്വാസം ഉണ്ടായത്, അവരിൽ ഈമാൻ വർദ്ധിച്ചു എന്നാണ്. കാരണം എന്താണ്? ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അഭിമുഖീകരിക്കാനുള്ളത് ഈ ലോകത്ത് ഏറെ സന്തോഷകരമായ രംഗങ്ങളായിക്കൊള്ളണമെന്നില്ല. അവൻ്റെ ആരാധനകൾ തടയപ്പെട്ടേക്കാം, അവൻ്റെ പേര് മുസ്ലിമിൻ്റെ പേരാണെന്നതിൻ്റെ കാരണത്താൽ അവനെ പല ആനുകൂല്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയേക്കാം. അവരാണ് കൂടുതൽ പ്രസവിക്കുന്നത്, അവരാണ് പെറ്റുപെരുകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇകഴ്ത്തി കെട്ടിയേക്കാം. ആ സമയത്ത് എന്താണ്? ആ സമയത്ത് നമ്മൾ നമ്മുടെ ഈമാൻ എന്ത് ചെയ്യണം? ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് നമ്മൾ മനസ്സിൽ നമ്മൾ അല്ലാഹുമായിട്ടുള്ള ബന്ധം കൂടുതൽ സ്ഥാപിക്കുകയും, മഹാന്മാരായ സ്വഹാബത്ത് അവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹ് മതി, അല്ലാഹ് മതി ഞങ്ങൾക്ക് എന്നാണ് പറഞ്ഞത് സ്വഹാബത്തുൽ കിറാം. സ്വഹാബത്തുൽ കിറാം പറഞ്ഞത് അല്ലാഹ് മതി. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്കും അങ്ങനെയാണ് അനുഭവം. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് ഇടുന്ന സന്ദർഭം, ഹസ്ബുനല്ലാഹ് ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ. റബ്ബുമായിട്ടുള്ള അടുക്കുക എന്നുള്ളതാണ്, അള്ളാഹുമായി അടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ അല്ലാഹ് മതി എന്ന മനസ്സിലേക്ക് സ്വഹാബത്തുൽ കിറാമും മുൻഗാമികളും കഴിഞ്ഞു പോയപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറയാണ്, ഫൻഖലബൂ ബിനിഅമതിൻ മിനല്ലാഹ്. അവർ മടങ്ങി അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലേക്കും അള്ളാഹുവിൻ്റെ ഫദ്ലും ആഗ്രഹിച്ചുകൊണ്ട് മഹാന്മാർ മടങ്ങിയപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലം യംസസും സൂഅൻ, അവരെ വിഷമം ബാധിക്കുന്ന രൂപത്തിലേക്ക് അവർക്ക് സങ്കടപ്പെടേണ്ടി വന്നില്ല, അവർക്ക് വേദനപ്പെടേണ്ടി വന്നില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയായ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ അവരിലേക്ക് എത്തിപ്പെടുകയും, അള്ളാഹു ഏറെ ഔദാര്യവാനും അള്ളാഹു ഒരുപാട് ഫദ്ല് നൽകുന്നവനും അള്ളാഹു ഏറെ സന്തോഷിപ്പിക്കുന്ന ജന്നാത്തിൻ്റെ ഉടമയാണെന്നുമുള്ള ബോധത്തിലേക്ക് അവരുടെ മനസ്സുയർന്നപ്പോൾ അവർക്കൊരിക്കലും വിഷമിക്കേണ്ടി വന്നില്ല. അവർ വിജയം വരിച്ചെന്ന് മാത്രമല്ല, ആ സ്വഹാബത്ത് ലോകാവസാനം വരെ അസ്ഹാബി നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന രൂപത്തിൽ എന്നും ഓർമ്മിക്കുന്ന ചരിത്ര പുരുഷന്മാരായി മാറി ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് പേടിച്ചല്ല വേണ്ടത്, ധൈര്യത്തിൽ പോയിട്ട് ബാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം കൂടുതൽ ക്രമീകരണങ്ങളൊക്കെ ഇങ്ങനെ പല പള്ളികളിലൊക്കെ പല നേരത്തും ജുമാഅകൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നൊരു സന്ദർഭമാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് കൂടുതൽ പറഞ്ഞു എന്നുള്ളത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നാടിനെ അഭിമാനിക്കാൻ പറ്റുന്ന മുസ്ലിം ലോകത്തിനും മുസ്ലിം ഇസ്സത്ത്, ഇന്ത്യയുടെ ഇസ്സത്ത്, മുസ്ലിം
ഇന്ത്യയുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഭരണാധികാരികൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഭരണാധികാരികൾ അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നല്ല ഭരണം അല്ലാഹു നമ്മുടെ നാട്ടിൽ നൽകട്ടെ. നമുക്ക് പടച്ചറപ്പിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള സാഹചര്യങ്ങൾ അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. അതുകൊണ്ട് നമ്മളും അധികരിപ്പിക്കേണ്ട എന്താണ്? ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, അല്ലാഹ് മതി എന്ന ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.